നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. എന്റെ ഗണപതി ഭഗവാനെ, എന്റെ പ്രോഗ്രാമിന് ഇനി വെച്ചടി കയറ്റമായിരിക്കണേ. തേങ്ങയടി അങ്ങോട്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ കണ്ണൂര് പാർട്ടി ഗ്രാമം വരെ ഒന്ന് പോയി. എന്താ ഇപ്പൊ കണ്ണൂരൊക്കെ ജൂണിലാ വിഷു? വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ കണ്ണൂർ പോയാലും തേങ്ങ പെറുക്കാൻ പാടില്ലായിരുന്നു. കണ്ണൂരിലെ തെങ്ങുമേൽ കായ്ക്കണത് ഗ്രനേഡാണെന്ന് ഞാൻ അറിഞ്ഞത് ചായക്കടയിൽ കയറി ബോണ്ട വാങ്ങാൻ പോലും പേടിയാണല്ലോ മുത്തപ്പ. ഇത് പൊട്ടാത്ത ബോണ്ട 2 ഇടണ്ണ പുല്ല്. അല്ലാണ്ട് ഇപ്പൊ എന്തു പറയാനാ? ഇതിപ്പോ വെറുതെ അല്ല മുഖ്യൻ 4000 പോലീസിന്റെ ഇടയിൽ നിന്നോണ്ട്. എനക്ക് പേടിയില്ലപ്പാ. ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്നവനാന്ന് തള്ളുന്നത്. ഇടയ്ക്കിടെ ഊരിപ്പിടിച്ച വാളല്ല, പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾക്കിടയിലൂടെ നടന്നവനാ. അത് പണ. എവിടെ വിപ്ലവ പാർട്ടിയിലെ ബോംബേഷ് ടീമുകൾ? ഏവന്റെയോ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാൻ ഉണ്ടാക്കിയതാ. പാവ അപ്പൂപ്പനാണ് പണി കിട്ടിയത്. ചേട്ടാ, പ്രശ്നം അതല്ല. ഉണ്ടാക്കിയവനും ഉണ്ടാക്കാൻ പണഞ്ഞവനും അല്ല കുറ്റം. തേങ്ങ പെറുക്കാൻ പോയ അപ്പൂപ്പനാണ്. സ്റ്റീൽ പാത്രം എടുത്ത് എന്തിനാ അപ്പൂപ്പൻ തുറക്കാൻ പോയതെന്ന്, എന്തിനാണ് ആ പൂപ്പനോട് തുറക്കാൻ പറഞ്ഞതെന്ന്. പുതിയ ക്യാപ്സൂള എങ്ങനെയുണ്ട്? AKG സെന്ററിൽ നിന്ന് ഇറങ്ങിയതാ. ചൂടാറ് മുമ്പേ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതെങ്ങനാ? തലയിൽ വെടിമരുന്നല്ലേ ഇവന്മാരുടെയൊക്കെ ഉള്ളത്. തലച്ചോറില്ലല്ലോ, അതിന്റെ പ്രശ്നം അത്. ഇന്നീ കണ്ണൂർ ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതർ CPM തന്നെ. ഐസ്ക്രീം ബോംബ്, നാടൻ ബോംബ്, സ്റ്റീൽ ബോംബ്, തേങ്ങാ ബോംബ്. എന്തോരം വെറൈറ്റികളാണിടേ ഇത്. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഗോവിന്ദമാമൻ പറഞ്ഞത് ഇതാണല്ലേ സംഗതി. ഹമാസിന് വേണ്ടി മെയ്ഡ് ഇൻ കണ്ണൂർ ബോംബുകൾ കയറ്റുമതി ചെയ്യുന്ന പാർട്ടി ഗ്രാമങ്ങൾ, അതാണ് CPM സ്വപ്നം കാണുന്ന കിനാശ്ശേരി. സ്വയംഭരണാവകാശമുള്ള ഇന്ത്യയിലെ ഏക ജില്ലയാണ് കണ്ണൂർ. അമ്മയാണ്. മിലിറ്ററി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോംബ് ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ആഭ്യന്തരമന്ത്രിക്ക് അഭിമാനിക്കാം, മൂപ്പരുടെ സ്വന്തം നാടോ. ഏഴിമല നേവൽ ബേസ് പോലും പാർട്ടിക്കാരെ പേടിച്ചാണ് അവിടെ കഴിയുന്നത്. സൈനികർ പോലും കണ്ടിട്ടില്ലാത്ത ഐറ്റങ്ങളുണ്ടെന്നടേ. യവന്മാരെടുത്ത് പൊട്ടിച്ചാ തീർന്നില്ലേ? ഇത് പൊട്ടിക്കാൻ മുട്ടി നിൽക്കുകയാണ് സഖാക്കൾക്ക്. സഖാക്കൾ കൊടികുത്തി പൂട്ടിക്കാത്ത ഒരേ ഒരു വ്യവസായമേ ഉള്ളൂ. അത് ബോംബ് നിർമ്മാണമാണ്. നിർമ്മാണശാലകൾക്ക് ഇനി അവസരം കൊടുക്കുമെന്ന്. ഇതാണല്ലേ മുഖ്യ പറഞ്ഞത്, കണ്ണൂരിൽ കുടിൽ വ്യവസായം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. പിണറായി ആൻഡ് സൺസ് ലിമിറ്റഡ്, കൂറ്റനാട് ഗോവിന്ദൻ ആൻഡ് കോ കമ്പനി, ഇൻഡിഗോ ചിറ്റപ്പൻ ബോംബ് നിർമ്മാണശാല, P ജയരാജൻ ബോംബേഷ് ടീം, ഇങ്ങനെ പല വെറൈറ്റി പേരുകളിൽ വരും കാലത്ത് നിർമ്മാണ കമ്പനികൾ ഉയർന്നു വരും. ഇന്ത്യൻ പട്ടാളം എവരോട് ബോംബ് വാങ്ങുന്ന കാലം വിദൂരമല്ല. ലേ ഗോവിന്ദൻ സഖാവ്. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, എന്താണ് കണ്ണൂരിൽ മാത്രം ബോംബ് നിർമ്മാണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ ജില്ലകളിലും ബോംബ് നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങുന്ന സുവർണ കാലം വരും. എന്നിട്ട് KGF-ലെ റോക്കി ഭായിയെ പോലൊരു വരവുണ്ട്. ബീജം ഇട്ട് കൊടങ്ങോട്ട് ടാൻ 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 ടാ. രണ്ടാമത് പപ്പടം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ആലപ്പുഴയിലടി. കപ്പലണ്ടി എരിവ് കുറഞ്ഞാൽ കൊല്ലത്തടി. മുട്ട പഫ്സിൽ മുട്ട ഇല്ലെങ്കിൽ കോട്ടയത്തടി. എന്റെ പൊന്നടാവേ, ഇതൊക്കെ പിന്നെ നമുക്ക് സഹിക്കാം. തേങ്ങ പെറുക്കാൻ പോയി പൊട്ടിത്തെറിക്കുക, കല്യാണ തലേന്ന് ബോംബേറ്. കണ്ണൂരിൽ പിന്നെ കാരണം ഒന്നും വേണ്ട, ഏതിനും പൊട്ടിത്തെറിയാ. എന്റെ പൊന്നണ്ണ, നിലത്തെങ്ങാനും ഒരു സ്റ്റീൽ പാത്രം കണ്ടാൽ തുറക്കല്ലേ, പടം ചവരമേലിരിക്കും. അതാണ് അവസ്ഥ. ഇതിനേക്കാ വലിയൊരു കോമഡി വന്നിട്ടുണ്ട്. അപ്പൂപ്പൻ ബോംബ് പൊട്ടി മരിച്ചതിന് സുധാകർ ജി പറഞ്ഞത്. ചെറുപ്പക്കാരനല്ലല്ലോ, വയസ്സായ ആളല്ലേ മരിച്ചതെന്ന്. കണ്ണൂരിന്റെ MP-യാ. കണ്ണൂരുകാർക്ക് അങ്ങനെ തന്നെ വേണം. നിങ്ങളാണല്ലേ സുധാകർ ജി ഈ ബോംബിന് പിന്നിൽ? നമുക്ക് നല്ല സംശയമുണ്ട്. എന്റെ പുന്നടാവേ, യവന്മാരൊക്കെ കൂടെയാണ് ഈ കണ്ണൂരുകാരുടെ മാനം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാവങ്ങൾ എന്ത് ചെയ്യാനാണിത്? അവിടുത്തെ കതറിട്ട നാറുകൾ ഇങ്ങനായി പോയേന്. സുഹൃത്തുക്കളെ, സത്യമാണ് ആ നാട്ടിലെ മനുഷ്യന്മാരൊക്കെ സ്നേഹമുള്ളവരാണെന്ന്. അല്ലെ, നിങ്ങൾ ഒരു ദിവസം പോയി നോക്ക്. ഞാൻ പോയിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള മനുഷ്യരാ. പക്ഷെ ഇമാതിരി കുറെ കതറിട്ട ഐറ്റങ്ങളാണ് ആ നാടിനെ പറയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കണ്ണൂരുകാരെ നിങ്ങളെ ഓർത്ത് നമുക്ക് വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് നിങ്ങളായിട്ട് ഒറ്റക്കെട്ടായി നിന്ന് ഇതുങ്ങളെ എതിർക്കുക. മറ്റേ ലൈസോൾ ഇട്ട് തുടച്ച് നീക്കുക. എന്നാലും കാണും ചോട്ടു മോട്ടു പോലെ 2 അണുക്കൾ ബാക്കി. ആ അണുക്കളെയും കൂടെ അങ്ങ് കത്തിച്ചേക്കുക. സുഹൃത്തുക്കളെ, ഇനിയുമുണ്ട് തേങ്ങ പെറുക്കാൻ പോയി പൊട്ടിത്തെറിച്ച കഥകൾ.
അപ്പൊ നമുക്ക് കാണാം.